എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, സങ്കടപ്പെടല്ലേ, നീ ഭാരപ്പെടല്ലേ, നീ മടുത്തു പോകല്ലേ. ഇന്ന് നിന്റെ കൂടെയുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നീ തളർന്നു പോകില്ലേ. സുവിശേഷത്തിലൂടെ നിന്റെ തമ്പുരാൻ നിനക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതിങ്ങനെയാണ് എന്റെ മോനെ. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. അതെ, നമ്മുടെ ദൈവമായ കർത്താവാണ്, നമ്മുടെ അപ്പനാണ്. നമ്മൾ നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വിശ്വസിക്കണം. പിശാച് ഉള്ളിൽ വന്നിട്ട് ചിന്തകൾ തരും. അതായത് നിന്നോട് ദൈവത്തെ നീ ഇത്രയും വിശ്വസിച്ചിട്ട് എന്തേ നിനക്കിത് വിശ്വസിക്കരുത്. അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അതുകൊണ്ട് നമ്മുടെ അപ്പനാണ് നമ്മുടെ ദൈവം. നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയല്ല, മറിച്ച് വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരണം എന്നുള്ള ആഗ്രഹത്തെ പ്രതിയാണ് ദൈവം ഈ പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുന്നത്. അതെ, ഇപ്പം തീവ്രമായ വിഷമത്തിലൂടെയാണോ നീ ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ അതിനർത്ഥം കർത്താവിലേക്ക് കൂടുതൽ ഒട്ടി നിൽക്കാനുള്ള സമയമായി. അവന്റെ വാഗ്ദാനത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചോ, നിനക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല.